Now the next topic, that is capacitors connected in series and parallel. എന്താണ് കപ്പാസിറ്റർ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് അല്ലേ? എന്താണ് കപ്പാസിറ്റർ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ചാർജസ്. ആ ചാർജിനെയും കപ്പാസിറ്റൻസിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? Q ഈസ് ഈക്വൽ ടു CV എന്നുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷനും നമ്മൾ കണ്ടു. ഇനി ഇതുപോലെ കപ്പാസിറ്ററുകളെ, ഒരുപാട് കപ്പാസിറ്റേഴ്സിനെ നമ്മൾ സീരീസ് ആയിട്ട് സർക്യൂട്ടിൽ കൊടുക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ പാരലലായി കണക്ഷൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ കപ്പാസിറ്റൻസിൻ്റെ ഇഫക്റ്റീവ് വാല്യൂ എന്നുള്ള, നെറ്റ് ഇഫക്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കാൻ പോണത്. അപ്പം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഡിവൈസസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇപ്പം ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ഫാന്, അങ്ങനെയുള്ള എല്ലാ ഡിവൈസസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മോസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് സീരീസ് കണക്ഷൻ ആയിരിക്കും, അതല്ല പാരലൽ കോമ്പിനേഷൻ ആണോ പ്രിഫർ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സീരീസിൽ നമ്മൾ എങ്ങനെയാണ് ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ക്യാൻ ഹാവ് ദ റെപ്രസെന്റേഷൻ ലൈക്ക് ദിസ്. സീരീസ് എന്ന് പറയുമ്പോൾ കപ്പാസിറ്റേഴ്സ് ഇതുപോലെ ആയിരിക്കും കണക്ട് ചെയ്യാം. അതിൽ നിന്ന് ഒരു പൊട്ടൻഷ്യൽ സോഴ്സിലേക്ക് വോൾട്ടേജ് സപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ദിസ് റെപ്രസെന്റ്സ് പോസിറ്റീവ്, ദിസ് ഇസ് നെഗറ്റീവ്. ഇനി കപ്പാസിറ്റർ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ്, അതേപോലെ തന്നെ നെഗറ്റീവ് പ്ലേറ്റ്, അതേപോലെ പോസിറ്റീവ് ദെൻ നെഗറ്റീവ്, ദെൻ പോസിറ്റീവ് ദെൻ നെഗറ്റീവ്. ഈ രീതിയിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് വി പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്തു. അതിനകത്ത് 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. C1, C2, C3 എന്ന് പറയുന്ന 3 കപ്പാസിറ്റേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. 3 കപ്പാസിറ്റേഴ്സ് C1, C2, C3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി ഇവിടെ നമുക്ക് അറിയാൻ പറ്റും, ഈ കൊടുക്കുന്ന വോൾട്ടേജ് ഈ 3 കപ്പാസിറ്റേഴ്സിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പോകും. അപ്പൊ ഈ സർക്യൂട്ടിലൂടെ ഉള്ള വോൾട്ടേജ് V1, ഈ പോയിന്റിലൂടെ ഉള്ളത് V2, ഈ പോയിന്റിലൂടെ ഉള്ള വോൾട്ടേജ് V3 ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്നാൽ ഇത് 3ന്റെയും നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏതിന് ഈക്വലന്റ് ആയിരിക്കും? നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ വോൾട്ടേജിന് ഈക്വലന്റ് ആയിരിക്കും. സോ ദ ടോട്ടൽ പൊട്ടൻഷ്യൽ അപ്പോൺ ദിസ് സർക്യൂട്ട് ക്യാൻ ബി റിട്ടൺ ആസ് V is equal to V1 plus V2 plus V3 എന്നായിരിക്കും. ഇനി നോക്കേണ്ടത്, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ചാർജ്, ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? വോൾട്ടേജ് കൊടുത്തു, അപ്പോൾ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് എന്തായിരിക്കും? സെയിം ചാർജ് ആയിരിക്കും 3ലൂടെയും ഫ്ലോ ചെയ്യുന്നത്. Q ചാർജ് ഈസ് ഗിവൺ. അപ്പോൾ 3 കപ്പാസിറ്റേഴ്സ് C1, C2, C3 നമ്മൾ സീരീസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സർക്യൂട്ടിലൂടെ ഈ 3 കപ്പാസിറ്റേഴ്സിലൂടെയും കടന്നു പോകുന്ന വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഇവിടുത്തെ ഫ്ലോ ചെയ്യുന്ന ചാർജ് എന്താണ്? സെയിം ആണ്. നൗ വി ഹാവ് ഫ്രം ദിസ് ഇക്വേഷൻ Q is equal to CV എന്നാണ്. അപ്പം വി ക്യാൻ ഹാവ് ഈക്വലന്റ് കപ്പാസിറ്റൻസ് അല്ലെ? ഇതിനെ ഈക്വലന്റ് കപ്പാസിറ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യലിനുള്ള ഇക്വേഷൻ എന്തായിട്ട് എഴുതാം? V is equal to Q by C. അപ്പം V is equal to Q divided by C effective is equal to, ഇവിടെ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q by C1, V2 എന്ന് പറഞ്ഞാൽ Q by C2, V3 എന്ന് പറഞ്ഞാൽ Q by C3. ആ 3 വാല്യൂസ് നമുക്ക് ഇവിടെ കൊടുക്കാം. Q by C1 plus Q by C2 plus Q by C3. ഇനി നോക്കുക, നമ്മുടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സെയിം ആയതുകൊണ്ട് ഈ Q ക്യാൻസൽ ചെയ്തു പോയാൽ the remaining will be equal to I1 by C effective is equal to 1 by C1 plus 1 by C2 plus 1 by C3 plus etc. എന്നായിരിക്കും. So this is the general equation to find the effective capacitance of capacitor above when connected in series. ഇപ്പോൾ സർക്യൂട്ടിൽ നമ്മൾ 2 കപ്പാസിറ്റേഴ്സ് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1 by C is equal to 1 by C1 plus 1 by C2, or the C effective can be written as
C1 C2 divided by C1 plus C2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് രണ്ട് കപ്പാസിറ്റർ മാത്രമാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്തതെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇനി നമ്മൾ ഐഡന്റിക്കൽ ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സ് ആണ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരേപോലത്തെ കപ്പാസിറ്റേഴ്സ്, അങ്ങനെ n നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സർക്യൂട്ടിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ഫോർ ഐഡന്റിക്കൽ സർക്യൂട്ട്. ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? 1/C effective is equal to n/C എന്ന് എഴുതാം. അല്ലെങ്കിൽ C effective is equal to C/n എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ നടത്താം. ഓക്കെ, അപ്പോൾ അവിടെ ഐഡന്റിക്കൽ ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സ് ആണ് സർക്യൂട്ടിൽ ഒരുപോലത്തെ ഒരേ റേഞ്ചിലുള്ള കപ്പാസിറ്റേഴ്സ് ആണ് ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ നെറ്റ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? C/n എന്നുള്ള ഉപയോഗിക്കാം. രണ്ട് കപ്പാസിറ്റേഴ്സ് ആണ് ഉപയോഗിച്ചതെങ്കിൽ C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ ജനറൽ ഇക്വേഷൻ വി ഹാവ് 1/C effective equal to 1/C1 plus 1/C2 plus 1/C3 etc. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് അല്ലെ, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. So in this way we can find the capacitance of capacitor when connected in series. ഇനി രണ്ടാമത്തെ കേസ് ഏതാണ്? പാരലൽ കോമ്പിനേഷനിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും സർക്യൂട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് വോൾട്ടേജ് ആണ് ഈ മൂന്ന് കപ്പാസിറ്റേഴ്സിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫ്ലോ ചെയ്യുന്ന ചാർജ് എന്തായിരിക്കും? സെയിം ആണെന്നുള്ള ഒരു പോയിന്റ് ആണ് ഈ ഒരു സീരീസ് കേസിൽ ഓർത്ത് വെക്കാനുള്ളത്. രണ്ടാമത്തത് പാരലൽ ആയിട്ടാണ് കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്തത് എങ്കിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ സർക്യൂട്ട് നോക്കാം. നേരത്തെ നമ്മൾ ഒരേ ലൈനിലായിരുന്നു കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്തത്. പാരലൽ കോമ്പിനേഷനിൽ സർക്യൂട്ട് കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റേഴ്സ് ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മൾ V വോൾട്ടേജ് അപ്ലൈ ചെയ്തു, ഒരു I കറണ്ട് ഫ്ലോ ചെയ്തു അല്ലെ. I കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം I = Q/T എന്നാണ്. അപ്പോൾ ഈ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് ഒരു Q1 ആയിരിക്കും. അതേസമയം ഈ C2 കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ചാർജ് എന്ന് പറയുന്നത് Q2 ആയിരിക്കും. C3 എന്ന കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് Q3 ആയിരിക്കും. എന്നാൽ സെയിം പോയിന്റിലേക്കാണ്. നോക്കൂ, ഇവിടെ പോസിറ്റീവ് എൻഡ് ഈസ് കണക്റ്റഡ് ടു ദിസ് സൈഡ് ആൻഡ് പൊട്ടൻഷ്യൽ ഈസ് കണക്റ്റഡ് ടു ദിസ് സൈഡ്. അപ്പോൾ നെഗറ്റീവ് എൻഡ് ഈസ് കണക്റ്റഡ് ടു this side. Same voltage through each capacitor, but the charge flowing through the capacitor will be different. Series എങ്ങനെയായിരുന്നു? പൊട്ടൻഷ്യലി ഡിഫറെന്റ് ആയിരുന്നു, സെയിം ചാർജ് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം മൂന്ന് കപ്പാസിറ്റേഴ്സും സീരീസ് ആയിട്ടാണ് അവിടെ കണക്ട് ചെയ്തിരുന്നത്. ഇവിടെ പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ സെയിം വൺ പെർട്ടിക്കുലർ ജംഗ്ഷനിൽ നിന്ന് ഈക്വൽ ആയിട്ടാണ് വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ചാർജ് അപ്പോൺ ദിസ് ത്രൂ ദിസ് കപ്പാസിറ്റർ കാണാം. ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 എന്ന് കൊടുക്കാം. Now from the general equation Q is equal to CV ആണ്. അപ്പോൾ this will be equal to C effective V is equal to C1V plus C2V plus C3V എന്നായിരിക്കും. So potential remains the same. So the total effective capacitance is equal to C1 plus C2 plus C3 plus etc. എന്നുള്ള ഒരു ജനറൽ ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. So that gives the addition. നേരത്തെ effective capacitance it was the reciprocal of individual capacitance ആയിരുന്നു. ഇവിടെ എന്താണ്? sum of individual capacitance എന്നുള്ളതാണ് effective capacitance when connected in parallel. Total capacitance when the capacitors are connected in parallel, it is the sum of individual capacitors എന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ
ഇവിടെ നമ്മൾ ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണ് ഉപയോഗിച്ചത് എങ്കിൽ വി ക്യാൻ റൈറ്റ് സി ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സി എന്നുള്ളത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? we can find the effective capacitance when capacitors connected in parallel. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള സർക്യൂട്ടിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പാരലൽ കോമ്പിനേഷൻ ആണ്. കാരണം അതിലൂടെ വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, ബട്ട് ദ ചാർജ് ഫ്ലോയിങ് അക്രോസ് ഈച്ച് കോമ്പണന്റ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ ആണ് നമ്മൾ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ പ്രിഫർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്ലനേഷൻ റിലേറ്റഡ് ടു കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് ഡൈഇലക്ട്രിക്സ്. ഇതിലേക്ക് നമ്മൾ ഓർത്ത് വയ്ക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം, capacitance, derive expression for capacitance of a parallel plate capacitor എന്നുള്ളതാണ്. എന്തായിരുന്നു? എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് C is equal to epsilon 0 A by D എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? expression for capacitance of capacitor when the capacitors are connected in parallel എന്നുള്ളത്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഒന്ന് capacitance of parallel plate ആയിരുന്നു, ഇവിടെ capacitors when connected in parallel എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രണ്ടും രണ്ട് ഡെറിവേഷൻ ആണ്, അത് എപ്പോഴും ഓർത്തു വയ്ക്കണം. Now the next topic is dielectric and polarization. Dielectric aims, it is like insulators. And the insulator പ്രത്യേകത, they do not conduct electricity. So dielectrics, they are like insulators which do not conduct electricity. Dielectric എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സിന്റെ പ്രത്യേകത നമുക്കറിയാം, they won't conduct electricity. ഇപ്പോൾ വുഡ്, വാക്സ്, പ്ലാസ്റ്റിക്, ഇതൊക്കെ എന്താണ്? ഡയലക്ട്രിക് സബ്സ്റ്റൻസുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു കണ്ടക്ടറിനെ വെക്കുമ്പം എന്തായിരുന്നു അവിടുത്തെ എക്സ്പ്ലനേഷൻ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഡയലക്ട്രിക് സബ്സ്റ്റൻസിനെയാണ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയണം. അപ്പം നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ്, this is the electric field, it starts from positive and ends to the negative, അല്ലേ? starts from positive and ends at negative. This is the outside field, അല്ലേ? ഇനി ഈ ഫീൽഡിലേക്ക് നമ്മളൊരു കണ്ടക്ടറിനെ വെക്കുകയാണ്. കണ്ടക്ടറിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. അപ്പോൾ പോസിറ്റീവ് സൈഡിലേക്ക് നെഗറ്റീവ് ചാർജസ് അലൈൻ ചെയ്യും, അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡിലേക്ക് പോസിറ്റീവ് ചാർജസും അലൈൻ ചെയ്യും. ഏതുവരെ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കും? ടിൽ ഏതുവരെ? നമുക്കറിയാം, ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഇൻസൈഡ് ദിസ് കണ്ടക്ടർ, അല്ലെ? ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ്. അപ്പോൾ ആ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്യും ടിൽ ദ ഫീൽഡ് ഔട്ട്സൈഡ് ഇതിനോട് ഈക്വൽ ആവുന്നത് വരേക്കും ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും, അല്ലേ? ആൻഡ് ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്. സോ ഈ ഔട്ട്സൈഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഈ ഇൻഡ്യൂസ്ഡ്. So in this case here, the net electric field inside this conductor will be equal to 0 എന്നുള്ളത് നമ്മൾ ബിഹേവിയർ ഓഫ് കണ്ടക്ടർ എന്ന ടോപ്പിക്കിലൂടെ മനസ്സിലാക്കി. അപ്പോൾ കണ്ടക്ടർ ആണ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചത് എങ്കിൽ the net field inside this conductor is 0 ആണെന്ന് കണ്ടെത്തി. ഇതുപോലെ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു ഡയലക്ട്രിക് സബ്സ്റ്റൻസിനെയാണ് വെച്ചത് എന്ന് വിചാരിക്കുക. ദിസ് ഇസ് എ ഡയലക്ട്രിക് സബ്സ്റ്റൻസ്. അപ്പോൾ ഡയലക്ട്രിക് സബ്സ്റ്റൻസ് ഇറ്റ് ഈസ് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ഫീൽഡ് ഒരു ഔട്ട്സൈഡ് ഫീൽഡിലേക്ക് ഇങ്ങനെ ഒരു ഡയലക്ട്രിക് സബ്സ്റ്റൻസിനെ വെച്ചു. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഡ്യൂ ടു ദിസ് ഔട്ട്സൈഡ് ഫീൽഡ് സ്വാഭാവികമായിട്ടും അവിടെ ചെറിയ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, അലൈൻമെന്റ് ഈ ഇതിനകത്തുള്ള ചാർജുകൾക്ക് ഉണ്ടാവും. നെഗറ്റീവ് ചാർജസ് വിൽ ട്രൈ to come, positive charges will try to അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു സ്ലൈറ്റ് സ്മോൾ ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഉണ്ടാവും.
എന്നാൽ ഈ ഇൻഡയറക്ട്ലി ഇൻഡ്യൂസ്ഡ് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഔട്ട്സൈഡ് ഫീൽഡിന്റെ അത്ര തന്നെ എന്തുണ്ടാവില്ല, സ്ട്രെങ്ത് ഉണ്ടാവില്ല. സോ ദ ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഈസ് ലെസ് ദാൻ ദ ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു ഡയലക്ട്രിക് സബ്സ്റ്റൻസിനെ നമ്മളൊരു ഫീൽഡിൽ വെച്ച് കഴിയുമ്പം ഇറ്റ് ട്രൈസ് ടു റെഡ്യൂസ് ദ ഔട്ട്സൈഡ് ഫീൽഡ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഡയലക്ട്രിക് സബ്സ്റ്റൻസ് വെക്കുമ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായി ദർ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ദർ പ്രൊഡ്യൂസസ് എ റെഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് the explanation. So instead there will be a E outside minus E induced is equal to E reduced. A reduced electric field is produced. Clear? ഇതാണ് ഒരു ഡയലക്ട്രിക് സബ്സ്റ്റൻസിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് വെക്കുന്നതിൻ്റെ ഫലമായിട്ട് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഗെറ്റ് പോളറൈസ്ഡ് എന്നുള്ളത് നമ്മൾ പോളറൈസേഷൻ എന്നുള്ളത് കൂടി ഇതിനകത്ത് നമ്മൾ അടുത്ത ടോപ്പിക്കിലൂടെ നമ്മൾ മനസ്സിലാക്കും. So we can define a dielectric substance. Dielectric is a substance which do not allow the flow of charges but it permits some electrostatic force between them. എന്നുള്ളതാണ് നമുക്ക് ഡയലക്ട്രിക് സബ്സ്റ്റൻസിനുള്ള ഡെഫിനേഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ദറ്റ് ഈസ് പോളാർ മോളിക്യൂൾസ് ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. നിങ്ങൾ കെമിസ്ട്രിയിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി ഈ ടോപ്പിക്കിലൂടെ നമുക്ക് പറയാം. അപ്പോൾ രണ്ടായിട്ടാണ് നമ്മൾ ഡയലക്ട്രിക് സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നോൺ പോളാർ മോളിക്യൂൾസ് ആൻഡ് പോളാർ മോളിക്യൂൾസ്. അതായത് നോൺ പോളാർ മോളിക്യൂൾസിൽ എന്ന് പറയുമ്പോൾ the center of mass of positive charge and negative charge get coincide എന്നുള്ളതാണ് ഒരു നോൺ പോളാർ മോളിക്യൂളിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ H2 എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ സെൻറ്റർ ഓഫ് മാസ്, ദിസ് ഇസ് ദ സെൻറ്റർ. സോ ഇറ്റ് ഗെറ്റ് കോയിൻസൈഡ്. അപ്പോൾ അത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഗെറ്റ് ഹാസ് സം സിമ്മട്രിക്കൽ, ഇറ്റ് ഈസ് സിമ്മട്രിക്കൽ ആയിരിക്കും. അപ്പം ഹിയർ the positive and negative charge coincide. Positive and negative charge coincide. അതുപോലെ തന്നെ it is symmetrical ആയിരിക്കും. In case of polar molecules we can have the example HCl, hydrogen and chlorine. Hydrogen and chlorine. This won't coincide with the charge, negative charge. They are not symmetrical, they are non-symmetrical. Yeah. So the positive charge and negative charge, they do not coincide in the case of polar molecules and they are non-symmetrical ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. This is positive and negative charge, they do not coincide. They are non-symmetrical. അപ്പോൾ ഇങ്ങനെ dielectric substance made of non-polar molecules are called non-polar dielectric substance, and molecules or dielectric substance which are made of polar molecules, they are called polar dielectric substance. ഇനി ഇങ്ങനെയുള്ള ഒരു നോൺ പോളാർ മോളിക്യൂളിനെ നമ്മൾ ഫീൽഡിൽ വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവിടുത്തെ പ്രസൻസ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇവിടെ ദേ ഗെറ്റ് ഓവർലാപ്പ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ബിഫോർ കീപ്പിംഗ് ഇൻ ഇലക്ട്രിക് ഫീൽഡിലേക്ക് വെക്കുന്നതിന് മുൻപ് ഇവിടുത്തെ ചാർജ് അലൈൻമെന്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ലൈക്ക് ദിസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഈ രീതിയിലായിരുന്നു അലൈൻമെന്റ് ഉണ്ടാവുക ബിഫോർ കീപ്പിംഗ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ബിഫോർ പ്ലേസിംഗ് ഇൻ ഇലക്ട്രിക് ഫീൽഡിൽ അപ്ലൈ ചെയ്യും. ബിഫോർ അപ്ലൈങ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇത് അലൈൻ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. പക്ഷേ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആഫ്റ്റർ അപ്ലൈങ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇതിൻ്റെ അലൈൻമെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം ലൈക്ക് ദിസ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അലൈൻമെന്റ് നമ്മൾ നോക്കുമ്പോൾ നെഗറ്റീവ് വിൽ കം ടു ദിസ് സൈഡ് ആൻഡ് പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്.
നെഗറ്റീവ് പോസിറ്റീവ്. ഈ ഒരു രീതിയിലുള്ള അലൈൻമെന്റ് ആയിരിക്കും ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. സോ ഇൻ ദ കേസ് ഓഫ് നോൺ പോളാർ മോളിക്യൂൾസ്, ആഫ്റ്റർ അപ്ലൈങ് ദ ഇലക്ട്രിക് ഫീൽഡ് ദ മോളിക്യൂൾസ് വിൽ അലൈൻ ലൈക്ക് ദിസ്. എന്നാൽ ഒരു പോളാർ മോളിക്യൂളില് ബിഫോർ അപ്ലൈങ് ദ ഇലക്ട്രിക് ഫീൽഡ്, ബിഫോർ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അലൈൻഡ് ഇൻ ഡിഫറെന്റ് വേസ്. അല്ലെ, പല രീതിയിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, ഇങ്ങനെ പല രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത് ബിഫോർ അപ്ലൈങ് ദ ഇലക്ട്രിക് ഫീൽഡ്. പക്ഷേ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിന്റെ അലൈൻമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അലൈൻഡ് ലൈക്ക് ദിസ്. ഇവിടെ പോസിറ്റീവ് ഫീൽഡ്, ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, ഈ രീതിയിൽ അലൈൻ ചെയ്യും. സോ ഇൻ ദ കേസ് ഓഫ് non-polar molecules, we can see that positive and negative charges, they coincide and they have a symmetrical shape, and also when before applying the field they will be aligned like this, and after applying the electric field it will be like this. We studied about dipole moment, alle. Appo in the case of non-polar molecules, the dipole moment is 0. The net dipole moment is 0. Now there is a dipole moment. അല്ലേ, എന്താ dipole moment? എന്താ dipole moment എന്ന് പറയുന്നത്? പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ദ ഡിസ്റ്റൻസ് P is equal to Q into 2A എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു നോൺ പോളാർ മോളിക്യൂളിന്റെ കേസിൽ അവിടുത്തെ ഡൈപോൾ മൊമെന്റ് ഇറ്റ് ഹാസ് എ 0 ഡൈപോൾ മൊമെന്റ്. പക്ഷേ ഒരു പോളാർ മോളിക്യൂളിന്റെ കേസിൽ അവിടുത്തെ ഡൈപോൾ മൊമെന്റ് ഇറ്റ് ഹാസ് എ ലാർജ് ഡൈപോൾ മൊമെന്റ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സബ്സ്റ്റൻസിന്, ഡയലക്ട്രിക് സബ്സ്റ്റൻസിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഡൈപോൾ മൊമെന്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം, ഇറ്റ് ഈസ് കോൾഡ് ആസ് polarization. The dipole moment developed per unit volume is called a polarization, and it can be represented by P is equal to, this P represents polarization, this is dipole moment. So polarization P is equal to P by V. Okay, അപ്പോൾ നമ്മൾ ഡയലക്ട്രിക് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്ററാണ്. ആ ഇൻസുലേറ്ററിനെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഇറ്റ് ട്രൈസ് ടു റെഡ്യൂസ് ദ ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണെന്ന് കാണാൻ സാധിച്ചു. അതിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് എന്നായിട്ട് പറയുന്നു. ദ പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് പ്ലസ് ആൻഡ് മൈനസ് Q ചാർജ്, they do not coincide. The mass of positive and negative charges, they do not coincide. They have a non-symmetrical shape. It has a large dipole moment എന്നുള്ളതാണ് അവിടെ നമ്മൾ കണ്ടത്. അതേപോലെ the dielectric substance which is made of this polar molecules are called polar dielectric substance. അതുപോലെ തന്നെ നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് the mass of positive and negative charges, they coincide, so they have a symmetrical shape and the dipole moment is considered to be 0. And അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് the dipole moment developed per unit volume, it is called polarization and given by P is equal to P by V. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ മറ്റ് ഒരു ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് ടുഡേയ്സ് ടോപ്പിക്. വി സ്റ്റഡീഡ് അബൌട്ട് capacitors, capacitance of capacitors when connected in series and parallel, also dielectric and polarization.